ബേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനുഗ്രഹ് കെ ജോൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മത്സര പരീക്ഷകളിൽ ബയോളജി എന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കരൾ എന്ന ഏരിയ. ആ കരളിനെ പറ്റി അല്പകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് കരൾ? എന്തൊക്കെയാണ് കരളിന്റെ പ്രത്യേകത? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ത്വക്കാണ്. എന്നാൽ ഏറ്റവും നീളം കൂടിയ അവയവം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചെറുകുടലാണ്. എന്നാൽ ഏറ്റവും വലിയ അകത്തെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കരളാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആന്തരിക അവയവം. അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലുത് ത്വക്ക്, ഏറ്റവും നീളം കൂടുതൽ ചെറുകുടൽ, എന്നാൽ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ കരൾ. അങ്ങനെയാണെങ്കിൽ ഈ കരളിന്റെ എത്ര ഭാരമാണ് നമുക്കുള്ളത്? കരളിന് എത്രയാണ് ഭാരം എന്ന് ചോദിച്ചാൽ ഏകദേശം 1500 ഗ്രാം ആണ്. അല്ലെങ്കിൽ കിലോഗ്രാമിൽ പറഞ്ഞാൽ 1.5 കിലോ എന്ന് പറയാം. 1.5 കിലോ അല്ലെങ്കിൽ 1500 ഗ്രാം. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഓർമ്മ വരുന്ന മറ്റൊരു ഗ്രാമാണ് 1400 ഗ്രാം. സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഭാരം 5400 ഗ്രാം. അതാരുടെയാണെന്ന് അറിയാമോ? അതാണ് തലച്ചോറിന്റെ ഭാരം 1400 ഗ്രാം അല്ലെങ്കിൽ 1.4 കിലോ. എന്നാൽ കരൾ 1500. അപ്പൊ തലച്ചോറിനേക്കാൾ 100 ഗ്രാം കൂടുതലാണ് കരൾ. ഓക്കെ. ഇനി മൂന്നാമതായിട്ട് നമുക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്. നമ്മുടെ ശരീരം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുടെ പേരെന്ത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം ഹെപ്പറ്റോസൈറ്റുകൾ എന്ന് പറയും. കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുടെ പേരാണ് ഹെപ്പറ്റോസൈറ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് കരളിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റോളജി. ആ വാക്ക് വന്നത് ഈ വാക്കിൽ നിന്നാണ്. അപ്പൊ കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഹെപ്പറ്റോസൈറ്റുകൾ. സോ കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഇതേപോലെ വേറെ പഠിച്ചിട്ടുണ്ടായിരിക്കും വൃക്ക നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ നെഫ്രോണുകൾ. സോ വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി കേട്ടുണ്ടായിരിക്കാം. അതേപോലെ ഹെപ്പറ്റോസൈറ്റ് കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ്. സോ കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ഓക്കെ. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രാസപദാർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഗ്രന്ഥികൾ. നമ്മുടെ ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് രാസപദാർത്ഥങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ രാസപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് ഗ്രന്ഥി. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഹോർമോൺസ് രാസപദാർത്ഥമാണ്, എൻസൈമുകൾ രാസപദാർത്ഥമാണ്. ഇവരെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രന്ഥികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഗ്രന്ഥിക്കകത്ത് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. അന്തസ്രാവി, ബഹിർസ്രാവി എന്നൊക്കെ പറയും. എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അന്തസ്രാവി, ബഹിർസ്രാവി ഗ്രന്ഥികൾ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇവർ തമ്മിൽ മെയിനായിട്ടും ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. അതായത് ഗ്രന്ഥികൾ എല്ലാവരും രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അത് അന്തസ്രാവി ആയിക്കോട്ടെ ബഹിർസ്രാവി ആയിക്കോട്ടെ രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങൾ അത് നേരിട്ട് അവർ ബ്ലഡിൽ കൊടുക്കും. അവർക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, നേരെ അവർ ബ്ലഡിൽ കൊടുക്കും. അതാണ് അന്തസ്രാവി. എന്നാൽ ബഹിർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഒരു കുഴലിന്റെ സഹായത്തോടെ, ഡക്റ്റഡ് ഗ്ലാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ഒരു കുഴലിന്റെ സഹായത്തോടാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ കൊടുക്കുന്നത്. അപ്പൊ കുഴലില്ലെങ്കിൽ അന്തസ്രാവി, കുഴലുണ്ടെങ്കിൽ ബഹിർസ്രാവി. ഓക്കെ. ഇനി ഈ രണ്ട് കാറ്റഗറി നോക്കിയാലും ഏറ്റവും വലിയ ഗ്രന്ഥി ആരാണെന്ന് ചോദിച്ചാൽ കരളാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാലും ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ ഉത്തരം തൈറോയിഡ്. നമുക്കറിയാം ഗ്രന്ഥികളെ പറ്റി കേട്ട് കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു വാക്കാണ് തൈറോയിഡ് ഗ്രന്ഥി. മറ്റേത് ഗ്രന്ഥിയുടെ കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിലും തൈറോയിഡ് ഗ്രന്ഥി നന്നായിട്ട് ഓർമ്മ വരും. ഈ തൈറോയിഡ് ഗ്രന്ഥി എന്താ പ്രത്യേകത? ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിക്കും. ഫസ്റ്റ് ഓപ്ഷൻ തൈറോയിഡ് എന്ന് തരും. ഗ്രന്ഥി ചോദിച്ചാൽ തൈറോയിഡ് അല്ല, കരളാണ്. അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ തൈറോയിഡ് ആണ്. ഓക്കെ. അപ്പോ ആന്തരിക അവയവമാണ് ഏറ്റവും വലുത്. 1500 ഗ്രാം ആണ് ഭാരം. ഹെപ്പറ്റോസൈറ്റുകളാണ് കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ കരൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ തൈറോയിഡ്. ക്ലിയർ ആണല്ലോ. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കരളിനെ വിളിക്കാൻ വേണ്ടി രണ്ട് പേരുകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മാലിന്യ സംസ്കരണശാല, ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടും. രാസ പരീക്ഷണശാല. ഈ രണ്ടു പേരിലും കരൾ അറിയപ്പെടും.
രാസപരീക്ഷണശാല, മാലിന്യ സംസ്കരണശാല. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കെല്ലാം വിളിക്കാൻ പേരുകളുണ്ട്. പമ്പ് എന്നറിയപ്പെടുന്ന ആളാണ് ഹൃദയം, അരിപ്പ എന്നറിയപ്പെടുന്ന ആളാണ് വൃക്ക. അതേപോലെ കരളിനെ വിളിക്കുന്ന രണ്ട് പേരാണ് മാലിന്യ സംസ്കരണശാല, രാസപരീക്ഷണശാല. ഇത് രണ്ടും വിളിക്കാൻ കാരണങ്ങളുണ്ട്. രാസപരീക്ഷണശാല എന്ന് വിളിക്കാൻ കാരണം ഇയാളാണ് ഏറ്റവും കൂടുതൽ എൻസൈമുകളെ ഉത്പാദിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു രാസപദാർത്ഥങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് ആ ഗ്രന്ഥി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത്. അത് പോരാഞ്ഞിട്ട് ഏറ്റവും അധികം എൻസൈമിനെ മലയാളം രാസാഗ്നി എന്ന് പറയും. ഏറ്റവും അധികം എൻസൈമുകളെ ഉത്പാദിപ്പിക്കുന്ന വ്യക്തിയാണ് കരൾ. അതുകൊണ്ടാണ് രാസപരീക്ഷണശാല എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഈ എന്തിനാ എൻസൈം ഉത്പാദിപ്പിക്കുന്നത്? എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രാസപദാർത്ഥങ്ങളുടെ വേഗത കൂട്ടുന്നവരാണ്. അതായത് നമ്മൾ ഈ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ ഉൽപ്രേരകം എന്നൊരു വാക്കുണ്ട്, കാറ്റലിസ്റ്റ്. എന്താ കാറ്റലിസ്റ്റ്? ഉൽപ്രേരകം. കെമിസ്ട്രിക്കകത്ത് രാസപദാർത്ഥങ്ങളുടെ വേഗതയെ കൺട്രോൾ ചെയ്യുന്നവരാണ് ഉൽപ്രേരകം. അതേ പണി ബയോളജിയിൽ ചെയ്യുന്ന ആളാണ് എൻസൈംസ്. അതുകൊണ്ട് ഇയാളെ അറിയപ്പെടുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. പോട്ടെ. അപ്പൊ എൻസൈമുകൾ ഏറ്റവും അധികം ഉത്പാദിപ്പിക്കുന്ന ആളാണ് കരൾ. രാസപരീക്ഷണശാല എന്ന് വിളിക്കും. എന്നാൽ നമുക്കിവിടെ വേണ്ടതാണ് ഈ പേരാണ് മെയിൻ ആയിട്ടും വേണ്ടത്. ഇതിനാണ് ചോദ്യങ്ങൾ സാധാരണ ചോദിക്കുന്നത്. മാലിന്യ സംസ്കരണശാല, അതിനകത്തുണ്ടല്ല മാലിന്യത്തെ സംസ്കരണം ചെയ്യുന്ന ശാല എന്നല്ലേ അർത്ഥം. നമ്മുടെ ശരീരത്തിലെ മാലിന്യത്തെ സംസ്കരണം ചെയ്യുന്ന ശാലയാണ് കരൾ. അതെങ്ങനെയാണ് മാലിന്യത്തെ സംസ്കരണം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിനെ വേറെ ആംഗിളിൽ കൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരൾ നമ്മുടെ ശരീരത്തിനകത്ത് ഏത് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന അവയവമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിസർജന വ്യവസ്ഥ എന്ന് പറയും. എക്സ്ക്രീറ്ററി സിസ്റ്റം, വിസർജന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഒരു അവയവമാണ് കരൾ. നമുക്ക് പല വ്യവസ്ഥകളുണ്ട്. രക്തപര്യന വ്യവസ്ഥ, അതിലുള്ള ആണ് ഹൃദയം, അല്ലെ? ശ്വസന വ്യവസ്ഥ, ശ്വാസകോശം. നാഡീ വ്യവസ്ഥ, അതാണ് തലച്ചോറും ന്യൂറോൺസും ഒക്കെ. എന്ന് പറയുന്ന പോലെ വിസർജന വ്യവസ്ഥയിൽ വരുന്ന ഒരവയവമാണ് കരൾ. 4 പേരുണ്ട് വിസർജന വ്യവസ്ഥയ്ക്കകത്ത്. വൃക്കയുണ്ട്, കരളുണ്ട്, ത്വക്കുണ്ട്, ശ്വാസകോശമുണ്ട്. ഇവരെല്ലാം വിസർജിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. വൃക്ക വിസർജിക്കും, കരൾ വിസർജിക്കും, ത്വക്ക് നമുക്കറിയാം വിയർപ്പിൽ കൂടെ വിസർജിക്കും. ശ്വാസകോശം ഓക്സിജനെ എടുത്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിട്ട് വിസർജിക്കും. അപ്പൊ അതേപോലെ ആ വ്യവസ്ഥയ്ക്കകത്ത് വരുന്ന ആളാണ് കരൾ. അങ്ങനെ വ്യവസ്ഥയ്ക്കകത്ത് വരാൻ കാരണം ഈ പേരാണ്, മാലിന്യ സംസ്കരണശാല. എന്തുകൊണ്ടാണ് ഈ പേര് ഇദ്ദേഹത്തെ ഇങ്ങനെ സംസ്കരണശാല എന്ന് വിളിക്കുന്നത്? ഈ പോയിന്റാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ SCERT പുസ്തകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് പറയുന്നത്: ശരീരത്തിൽ രൂപപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ വിഷവസ്തുക്കളെ ശരീരത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കുന്ന അവയവം. ഈ കഴിഞ്ഞ തിരുവനന്തപുരം LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ വിഷവസ്തുക്കളെ ശരീരത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എവിടുന്നോ എന്തൊക്കെയോ വിഷം ശരീരത്തിൽ വരുന്നു, അതിനെ വിഷമല്ലാതാക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളാണ് കരൾ. അങ്ങനെ വിഷമല്ലാതാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ജീവൻ നിൽക്കുന്നത്. അപ്പൊ അതാണ് കരളിന്റെ പ്രത്യേകത. അപ്പൊ വിഷത്തെ വിഷമല്ലാതാക്കുന്നു, ആ ചെയ്യുന്ന ആളാണ് കരൾ. അതെങ്ങനെ എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് പ്രോട്ടീൻസ് എന്ന് പറയും. കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഘടകമാണ് പ്രോട്ടീനുകൾ. ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. അപ്പൊ ഓർക്കാം, പ്രോട്ടീൻ, ശരീരം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ട്. പ്രോട്ടീൻ അടിസ്ഥാന ഘടകം അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകും. ഉപാപചയം, ഇംഗ്ലീഷിൽ മെറ്റബോളിസം എന്നൊക്കെ പറയും. മിക്കവാറും കേൾക്കുന്ന വാക്കുകളത് മെറ്റബോളിസം. അപ്പൊ അമിനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകും. എന്ത് ഉപാപചയ പ്രവർത്തനം? ഉപാപചയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ. ശരീരത്തിൽ നടക്കുന്ന ശിഥിലീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവരെ വിളിക്കുന്ന പേരാ ഉപാപചയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നൊക്കെ നോക്കിയാൽ, നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ ജനിച്ചു വീണപ്പോൾ ഉള്ള സ്കിന്നല്ല ഒരു 10 വയസ്സിൽ. അതല്ല നമ്മൾ കോളേജിൽ പോയപ്പോൾ, അതല്ല ഇപ്പോൾ. എന്താ വ്യത്യാസം? ആ ഉണ്ടായിരുന്ന സ്കിന്ന് നമ്മൾ പോലും അറിയാതെ നശിച്ചു. അവിടെ അതേപോലെ പുതിയ സ്കിൻ ഉണ്ടായി. അതേപോലെയല്ല, ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഉള്ളത് നശിച്ചു, പുതിയതുണ്ടായി, വീണ്ടും നശിക്കും. ഇപ്പം നമുക്കുള്ള സ്കിന്ന് ഇത് നമ്മൾ പോലും അറിയാതെ നശിക്കും. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പുതിയത് വീണ്ടും ഉണ്ടാകും. സോ നശിക്കുന്നു, ഉണ്ടാകുന്നു, നശിക്കുന്നു, ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഉപാപചയ പ്രവർത്തനം. ഏറ്റവും സിമ്പിളായിട്ട് പ്രത്യക്ഷമായ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഓർത്തിരിക്കും, നമ്മൾ നഖം വെട്ടിക്കളയുന്നു, മുടി വെട്ടിക്കളയുന്നു. നഖം മുടിയൊക്കെ അറിഞ്ഞുകൊണ്ട് വെട്ടിക്കളയും, പക്ഷെ അറിയാതെ ഇവർ വളർന്നു വരും. ഇത് ഉപാപചയ പ്രവർത്തനമാണ്. ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ അകത്ത് മൊത്തം നടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം വളരുന്നത്.
പോട്ടെ. അപ്പൊ ഈ ഉപാപചയ പ്രവർത്തനം, അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം അമിനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. എന്താർത്ഥം? ഉള്ള അമിനോ ആസിഡ് നശിക്കുന്നു, അവിടെ വീണ്ടും അമിനോ ആസിഡ് ഉണ്ടാകുന്നു, വീണ്ടും നശിക്കുന്നു ഉണ്ടാകുന്നു. ഇതാണ് ഉപാപചയ പ്രവർത്തനം. അങ്ങനെ നശിക്കുക ഉണ്ടാകുക ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. ഏതു വസ്തു നശിച്ചാലും വേസ്റ്റ് ഇല്ലാതൊരു നശീകരണം ഇല്ലല്ലോ. അപ്പൊ അമിനോ ആസിഡുകൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ്, അതിന്റെ പേരാണ് അമോണിയ. അപ്പൊ ഓർത്തിരിക്കാം, ശരീരം പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചേക്കുന്നു. പ്രോട്ടീൻ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന വിഷപദാർത്ഥം, ആ വിഷമാണ് അമോണിയ. ഈ അമോണിയ 24 മണിക്കൂറും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷമാണ്. അപ്പൊ ഈ വിഷം ഇവിടെയാണ് നമ്മുടെ കഥ. ഈ അമോണിയ ഒഴുകി നമ്മുടെ കരൾ ഇരിക്കുകയാണ്. ഈ കരളിനകത്തോട്ട് ഈ അമോണിയ ഒഴുകി വരുന്നു, NH3. ഇങ്ങനെ ഉണ്ടായ അമോണിയ ഒഴുകി കരളി വരും. കരളിനകത്ത് വന്നിട്ട് ഇദ്ദേഹം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേരും. അമോണിയ വന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്ന പദാർത്ഥത്തിന്റെ പേരാണ് യൂറിയ. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ യൂറിയ എന്ന് പറഞ്ഞാൽ അത്ര വിഷമല്ല. കരളിലോട്ട് കയറി വന്ന അമോണിയ ഒന്നാം തരം വിഷമാണ്. അപ്പൊ വിഷത്തെ വിഷമല്ലാതാക്കി ആര്? കരൾ. അതുകൊണ്ടാണ് വിളിച്ചത് മാലിന്യ സംസ്കരണശാല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിസർജന വ്യവസ്ഥയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആരാണ് നമുക്ക് യൂറിയ? എനിക്കാരാണ് യൂറിയ എന്ന് ചോദിച്ചാൽ എന്റെ മെയിൻ വിസർജ്യ പദാർത്ഥമാണ് യൂറിയ. മനുഷ്യരിലെ മുഖ്യ വിസർജ്യ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം യൂറിയ. പക്ഷികളാണെങ്കിൽ യൂറിക് ആസിഡ്. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്, മത്സ്യങ്ങൾ, ഇവർക്കൊക്കെ വിസർജ്യ പദാർത്ഥങ്ങളുണ്ട്. നമ്മുടെ മെയിൻ വിസർജ്യ പദാർത്ഥം, പല വിസർജ്യ വസ്തുക്കളും ഉണ്ട്, മെയിൻ വിസർജ്യ പദാർത്ഥം യൂറിയ. ഇവിടെയാണ് അടുത്ത ചോദ്യം. ഈ അടുത്തിടയ്ക്കും പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ, യൂറിയ നിർമ്മിക്കുന്നത് ആര്? നിർമ്മിച്ചു. ആരാ നിർമ്മിച്ചേ? കരൾ. എവിടെ നിന്ന് നിർമ്മിച്ചു? അമോണിയയിൽ നിന്ന്. അമോണിയ നിന്ന് യൂറിയ നിർമ്മിക്കേണ്ട ആവശ്യകത വിഷത്തെ വിഷമല്ലാതാക്കി. അതുകൊണ്ട് ഇയാളെ എന്ത് വിളിക്കണം? മാലിന്യ സംസ്കരണശാല. അതുകൊണ്ട് ഇയാളെ എന്ത് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തണം? വിസർജന വ്യവസ്ഥ. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു പോയിന്റിനെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കരളിന്റെ മറ്റേത് പോയിന്റുകൾ വിട്ടുപോയാലും ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ SCERT പുസ്തകത്തിലും ഈ ഒറ്റ പോയിന്റ് കരളിനെ പറ്റി കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ പഠിക്കാം. കരൾ ഉൾപ്പെടുന്ന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ. വിളിക്കുന്ന പേര് രാസപരീക്ഷണശാല, മാലിന്യ സംസ്കരണശാല. രാസപരീക്ഷണശാല അത് വിളിക്കാൻ കാരണം എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാലിന്യ സംസ്കരണശാല വിളിക്കാൻ കാരണം ഇതാണ് കാരണം. അടിസ്ഥാന ഘടകം പ്രോട്ടീൻ. പ്രോട്ടീൻ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. അമിനോ ആസിഡ് ഉപാപചയം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷം അമോണിയ. അമോണിയ ഒഴുകി കരളിൽ വന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്ന് കിട്ടുന്ന പദാർത്ഥം യൂറിയ. സോ ചോദ്യങ്ങൾ പല രീതിയിലാണ്. യൂറിയ നിർമ്മിക്കുന്നതാര്? കരൾ. അമോണിയ യൂറിയ ആക്കുന്നതാര്? കരൾ. ഇനി ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ശരീരത്തിൽ രൂപപ്പെടുന്ന എത്തിച്ചേരുന്ന വിഷത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കുന്നവയോ ഏത്? കരൾ. ഇനി ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം, വേണമെന്ന് ഇങ്ങനെ ചോദിക്കാം. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേരുമ്പോൾ കിട്ടുന്ന പദാർത്ഥം. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേരുമ്പോൾ കിട്ടുന്ന പദാർത്ഥം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കും കെമിസ്ട്രിക്കകത്തെ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ അവസാന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം പോയി ഇക്വേഷൻ ഒക്കെ വെച്ച് എഴുതി നോക്കും. പക്ഷെ ഇത്ര ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് കരളിൽ നടക്കുന്ന പ്രോസസ്സാണ്. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്നാൽ കിട്ടുന്ന പദാർത്ഥം യൂറിയ. ആരാണ് നമുക്ക് യൂറിയ? നമ്മുടെ മെയിൻ വിസർജ്യ പദാർത്ഥം. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തു. യൂറിയ നിർമ്മിക്കുന്നത് കരള. നമ്മുടെ വിസർജ്യ പദാർത്ഥമാണ് യൂറിയ. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് വിസർജ്യ പദാർത്ഥമാണ്. വിഷമൊന്നുമല്ല, സമ്മതിച്ചു. പക്ഷെ ഇതും പുറത്തു പോകേണ്ടതാണ്, വിസർജ്യ പദാർത്ഥമാണ്. കരൾ ഈ യൂറിയയെ പുറത്ത് കളയത്തില്ല. പുറത്ത് കളയുന്നത് വൃക്കയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ രണ്ട് ചോദ്യം. യൂറിയ നിർമ്മാണം കരൾ, യൂറിയ ശേഖരണം പുറന്തള്ളൽ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം വൃക്ക. എങ്ങനെ വൃക്ക പുറന്തള്ളും? നമ്മുടെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളും. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ പഠിച്ചു വെക്കാം. അപ്പൊ യൂറിയ നിർമ്മിക്കുന്നതാരാ? കരൾ. യൂറിയ ശേഖരിക്കുന്നതാരാ? വൃക്ക. യൂറിയ പുറന്തള്ളുന്നതാരാ? വൃക്ക. നിർമ്മാണം മാത്രം കരൾ, ബാക്കി എന്ത് പ്രോസസ്സ് ചോദിച്ചാലും വൃക്ക അല്ലെങ്കിൽ കിഡ്നി. ഓക്കെ ആണല്ലോ? സോ പഠിച്ചു വെക്കാം. സോ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും കരളിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത്? ഒരു മുറിവുണ്ടാകുമ്പോൾ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാറുണ്ട്. രക്തം കട്ട പിടിക്കാൻ 3-4 പേരുടെ ഹെൽപ്പ് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ K. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ അത്രയും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റ്.
ഇങ്ങനെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് വേണ്ട പോയിന്റ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. പ്രോട്ടീന്റെ പേരാണ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ഉത്തരം ഫൈബ്രിനോജൻ. അത് കോണ്ടസ്റ്റ് ഞാൻ പറഞ്ഞു, മുറിവുണ്ടാകുമ്പോൾ. ഇനി ഇതേപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പദാർത്ഥമുണ്ട്. എപ്പോഴാണ് കട്ട പിടിക്കേണ്ടാത്ത എപ്പോഴാന്ന് ചോദിച്ചാൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ. ഇപ്പൊ എന്റെ വൃക്ക കംപ്ലൈന്റിലാവുമ്പോൾ പുതിയ വൃക്ക കൊണ്ടുവച്ചിട്ട് അതിനകത്തൂടെ ബ്ലഡ് കയറ്റി വിട്ട് ബ്ലഡ് ശുദ്ധീകരിക്കും. അങ്ങനെ എന്റെ ബ്ലഡ് അങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഈ പോകുന്ന വഴിക്ക് അങ്ങ് രക്തം കട്ട പിടിച്ച് കിടക്കരുത്. കട്ട പിടിച്ചാൽ പിന്നെ ബ്ലഡ് ഒഴുകത്തില്ല. അപ്പൊ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ചേർക്കുന്ന ഒരു പദാർത്ഥമാണ് ഹെപ്പാരിൻ എന്ന് പറയും. ഹെപ്പാരിൻ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഹെപ്പാരിൻ. അപ്പൊ കേൾക്കണേ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഹെപ്പാരിൻ. ഇവർക്ക് രണ്ടുപേർക്കും കരളുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരെയും നിർമ്മിക്കുന്നത് കരളാണ്. കരളാണ് ഈ രണ്ട് കൂട്ടരെയും നിർമ്മിക്കുന്നത്. കട്ട പിടിക്കാനും പിടിക്കാൻ. ഇത് വായിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവും. രണ്ട് കോണ്ടസ്റ്റ് ആണ്. ഒന്ന് മുറിവുണ്ടാവുന്ന കേസും ഒന്ന് ഡയാലിസിസിന്റെ കേസും. രണ്ടുപേരെ നിർമ്മിക്കുന്നത് കരളാണ്. ഈ അടുത്തിടയ്ക്ക് LDCക്ക് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു. പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെ? എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ അവർ ഫൈബ്രിനോജൻ എന്ന് കൊടുത്തു. നമ്മൾ പല ആൾക്കാരും ക്വസ്റ്റ്യൻ പകുതിയെ വായിക്കും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അത്രേ കണ്ടുള്ളൂ, ഫൈബ്രിനോജൻ അതല്ല ചോദിച്ചത്. പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെ? നിർമ്മിക്കുന്നത് ചോദിച്ചാൽ കരൾ, ആളിനെ ചോദിച്ചാൽ ഫൈബ്രിനോജൻ. ഓക്കെ ആണോ? സോ പഠിച്ചു വെക്കാം. ദെൻ കേട്ടോണേ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കരള് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദഹനരസം. ആ ദഹനരസത്തിന്റെ പേരാണ് പിത്തരസം എന്ന് പറയും. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബൈൽ എന്നൊക്കെ വേണേൽ പറയാം. ബൈൽ, പിത്തരസം. എന്തിനാണ് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരാണ് പിത്തരസം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഏതു വസ്തു ദഹിക്കണമെങ്കിലും എൻസൈംസ് വേണം. എൻസൈം ഉണ്ടാകണമെങ്കിൽ ദഹനരസം വേണം. രസം ഉണ്ടാകണമെങ്കിൽ ഗ്രന്ഥി വേണം. ഇതൊരു ചിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അതായത് ദഹനഗ്രന്ഥിയുടെ പ്രോഡക്റ്റ് ആണ് ദഹനരസം. ദഹനരസത്തിൽ ഉള്ള ആളാണ് എൻസൈം. ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ ഏത് വസ്തു കഴിച്ചാലും, എനിക്ക് എന്ത് വസ്തുവും കഴിക്കാം, ഏത് വസ്തു കഴിച്ചാലും ദഹിക്കണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ദഹിപ്പിക്കാൻ ഒരു ഗ്രന്ഥി വേണം. ആ ഗ്രന്ഥിയുടെ പ്രോഡക്റ്റ് ദഹനരസമാണ്. ആ രസത്തിനകത്ത് എൻസൈംസ് ഉണ്ട്, അവര് പോയി ദഹിപ്പിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ വായ്ക്ക് ചുറ്റുപാടും കാണപ്പെടുന്ന ദഹനഗ്രന്ഥിയാണ് ഉമിനീർ ഗ്രന്ഥി, സലൈവറി ഗ്ലാൻഡ്. വായ്ക്ക് ചുറ്റുപാടും കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഉമിനീർ ഗ്രന്ഥി. അവരുടെ പ്രോഡക്റ്റ് ആണ് ദഹനരസം. അതാരാ? ഉമിനീർ, സലൈവ. ദിവസം 1.5 ലിറ്റർ ഉമിനീർ വെച്ച് വായിക്കകത്തുണ്ടാവും. അപ്പൊ ദഹനഗ്രന്ഥിയുണ്ട്, അവരുടെ ദഹനരസം ഉമിനീരുണ്ട്. ഈ ഉമിനീരിനകത്ത് എൻസൈം ഉണ്ട്, സലൈവറി അമിലേസ് എന്ന് പറയും, ടയലിൻ ഇങ്ങനെയൊക്കെ പറയും. അയാളാണ് അന്നജത്തെ ദഹിപ്പിക്കുന്നത്. അപ്പൊ ദഹിപ്പിച്ചതാരാ? സലൈവറി അമിലേസ്. അയാൾ എവിടെ ഉണ്ടായ? ഉമിനീരിൽ. അതങ്ങനെ ഉമിനീരുണ്ടായ ദഹനഗ്രന്ഥിയും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റൈൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേൾക്കണേ, നമ്മുടെ കരൾ ഒരു ദഹനരസത്തെ, കരൾ ഒരു ഗ്രന്ഥിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അയാൾ ഉൽപ്പാദിപ്പിച്ച രസത്തിന്റെ പേരാണ് പിത്തരസം. പക്ഷേ ഈ പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. എൻസൈമുകൾ ഇല്ലാത്ത ഒറ്റ ദഹനരസമേ നമ്മുടെ ശരീരത്തിലുള്ളൂ, അത് പിത്തരസം. SCERT പുസ്തകത്തിൽ ഇറ്റാലിക് വേർഡിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണത്. ഒരു തവണ പ്രിലിംസിന് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ. എൻസൈംസ് ഇല്ലാത്ത ദഹനരസം. കാരണം ബാക്കി എല്ലാ ദഹനരസത്തിലും എൻസൈംസ് ഉണ്ട്, അവരാണ് പോയി ദഹിപ്പിക്കുന്നത്. പക്ഷെ പിത്തരസത്തിൽ എൻസൈം ഇല്ല. പിത്തരസം നേരിട്ടിറങ്ങിയാണ് പരിപാടി. മനസ്സിലാവുണ്ടല്ലോ? ഇനി പിത്തരസം ആരെയാ ദഹിപ്പിക്കുന്നത്? കൊഴുപ്പിനെ. നമ്മൾ ഫാറ്റ് അടങ്ങിയ വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതാണ് പിത്തരസം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, പിത്തരസം എന്തിന്? കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ. ആര് നിർമ്മിക്കും? കരൾ. മറ്റ് ദഹനരസത്തിൽ നിന്നും പിത്തരസത്തിനുള്ള വ്യത്യാസം, മറ്റ് ദഹനരസങ്ങൾക്ക് എൻസൈംസ് ഉണ്ട്, പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. ഒരു കാര്യം കൂടെ, ഈ പിത്തരസം നിർമ്മിക്കുന്ന ആളാണ് കരൾ. എന്നാൽ ഈ പിത്തരസത്തെ കളക്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ പിത്താശയം എന്ന് പറയും. പിത്താശയം, ഇംഗ്ലീഷിൽ ഗാൾ ബ്ലാഡർ എന്ന് പറയും. പിത്താശയം. അപ്പൊ നമ്മൾ യൂറിയയുടെ കേസ് പറഞ്ഞ പോലെ, യൂറിയ നിർമ്മാണം കരൾ, ശേഖരണം വൃക്ക. പിത്തരസം നിർമ്മാണം കരൾ, ശേഖരണം പിത്താശയം. സംശയം ഉണ്ടാവരുത്. അപ്പൊ യൂറിയ ആണെങ്കിലും പിത്തരസമാണെങ്കിലും നിർമ്മാണം കരൾ. എന്നാൽ യൂറിയ ശേഖരണം വൃക്ക, പിത്തരസം ശേഖരണം പിത്താശയം. സിമ്പിളായിട്ട് തെറ്റിക്കാൻ പറ്റും. പിത്തരസം നിർമ്മിക്കുന്നത് ആരെന്ന് ചോദിക്കാം, ഫസ്റ്റ് ഓപ്ഷനിൽ പിത്താശയം തരും. ഒരു ചേർച്ചയുണ്ട്, പിത്തരസം പിത്താശയം ആണ്. നിർമ്മാണമല്ല, നിർമ്മാണം കരളാണ്. ശേഖരണം ചോദിച്ചാൽ പിത്താശയം. ഈ പിത്തരസത്തിന്റെ നിറം
മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം കൊടുക്കുന്ന ആളുടെ പേര് ബിലിറൂബിൻ എന്ന. ബിലിറൂബിൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ബിലിറൂബിൻ. പിത്തരസത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത് ബിലിറൂബിൻ. ശേഖരണം പിത്താശയത്തിലാണ്, നിർമ്മാണം കരളാണ്. ഓക്കെ. ഈ പിത്താശയത്തിലുള്ള ഈ പിത്തരസം ചില സമയത്ത് രക്തവുമായിട്ട് കലരും. പിത്തരസത്തിന് മഞ്ഞ നിറമാണ്. നമ്മുടെ ബ്ലഡുമായിട്ട് കലരുമ്പോൾ കാണുന്നിടത്തെല്ലാം മഞ്ഞ പോലെ ഇരിക്കും. അതാണ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്. പിത്തരസം രക്തവുമായി കലരുന്ന അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ്. എന്തുകൊണ്ടാണ് മഞ്ഞ നിറം വരുന്നത്? പിത്തരസത്തിന് മഞ്ഞ നിറം. ക്ലിയർ ആണല്ലോ. മഞ്ഞപ്പിത്തം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ചോദിച്ചാലും ബിലിറൂബിൻ ടെസ്റ്റാണ്. ഓക്കെ. ദെൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവസാനമായിട്ട് 1-2 കാര്യങ്ങളുടെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന അസുഖമാണ്. മറ്റൊന്ന് ഈ ഫാറ്റി ലിവർ എന്ന് പറയും. ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, പേരിൽ തന്നെയുണ്ട് ഫാറ്റി ലിവർ. ഫാറ്റ് ലിവറിൽ, കൊഴുപ്പ് ലിവറിൽ. കൊഴുപ്പ് ഒരുപാട് കഴിച്ചു കഴിയുമ്പോൾ ലിവറിൽ പോയി കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞടിക്ക് കൂടും. അതാണ് ഫാറ്റി ലിവർ. ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. കാരണം നമുക്കറിയാം, ഒരു ബാക്ടീരിയ വൈറസും തരുന്ന രോഗമല്ല. ഞാൻ കൊഴുപ്പ് കുറച്ചാൽ ഫാറ്റി ലിവറും കുറയും. കൊഴുപ്പ് ഒരുപാട് കഴിച്ചാൽ ഫാറ്റി ലിവർ. അപ്പൊ എന്റെ ലൈഫ് സ്റ്റൈലിലൂടെ എനിക്കുണ്ടായ രോഗമാണ് ഫാറ്റി ലിവർ. പഠിച്ചു വെക്കാം. മറ്റൊന്ന് സ്ഥിരമായിട്ട് നാട്ടിലുള്ള ഒരു അസുഖമാണ് സിറോസിസ്. ലിവർ സിറോസിസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ലിവർ സിറോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിക്കും. അതിനൊരു കാര്യം പറഞ്ഞോട്ടെ, കരളിന് മറ്റ് അവയവങ്ങളുടെ വേറൊരു വെറൈറ്റികളുണ്ട്. പുനരുജ്ജീവന ശേഷിയുള്ള അവയവമാണ് കരൾ. അതായത് കരളിനകത്ത് അല്പം കേടുപറ്റിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം മുറിച്ചു കളഞ്ഞാലും പിന്നെ വളർന്നു വരും. അതൊരു വല്ലാത്ത ക്യാരക്ടറാണ്. മറ്റ് അവയവങ്ങൾക്കൊന്നും ഈ പ്രത്യേകതയില്ല. അത്യാവശ്യം കേടുവന്ന സാധനങ്ങൾ, കോശങ്ങൾ മുറിച്ചു കളഞ്ഞാൽ വീണ്ടും നമ്മൾ നഖം വെട്ടിക്കളഞ്ഞാൽ നഖം വളർന്നു വരുന്ന പോലെ കരളിനകത്ത് കോശങ്ങൾ വളർന്നു വരും. സോ പുനരുജ്ജീവന ശേഷി ആർക്കാം? കരളിന് മാത്രം. അതേപോലെ ഒരു പെക്യുലർ പോയിന്റ് ആണ് ക്യാൻസർ ബാധിക്കാത്തത് ഹൃദയം. പുനരുജ്ജീവന ശേഷി കരൾ. അപ്പൊ ഇവിടെ സിറോസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അമിത മദ്യപാനം മൂലം മദ്യം ഒരുപാട് ചെന്ന് കഴിയുമ്പോൾ കരളിലെ കോശങ്ങൾ നശിക്കും. അപ്പൊ നമുക്ക് സംശയം വരും, നശിച്ചാൽ പിന്നെയും വരത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമിത മദ്യപാനം. സ്റ്റാൻഡേർഡ് മദ്യപാനം ഒന്നേ കുഴപ്പമില്ല. അമിത മദ്യപാനം, മദ്യം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു, വീണ്ടും വളർന്നു വരാൻ പോലും സമയം കൊടുക്കുന്നില്ല, വീണ്ടും നശിക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കരളിലെ കോശങ്ങൾ നശിക്കുമെന്ന പ്രശ്നമാണ് സിറോസിസ്. യവനും ജീവിതശൈലി രോഗമാണ്. കാരണം മദ്യപാനം നിർത്തിയാൽ മതി, ഇത് നിൽക്കും. അപ്പൊ എന്തൊക്കെയാ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ? 3 ഹെപ്പറ്റൈറ്റിസ്, ലിവർ സിറോസിസ്, ദെൻ ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ഫാറ്റി ലിവർ. അതിൽ ഫാറ്റി ലിവറും സിറോസിസും ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാം. ക്ലിയർ ആണല്ലോ. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ, ലോകത്ത് ആദ്യമായി മാറ്റിവെച്ച അവയവം ഏതാണെന്ന് ചോദിച്ചാൽ വൃക്കയാണ്. ലോകത്താദ്യം, ഇന്നിപ്പോ ഒരുപാട് അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട്. ലോകത്താദ്യമായി ഒരു അവയവം മാറ്റിവെച്ചത് ഏത് അവയവത്തെ വിജയകരമായി മാറ്റിവെച്ച അവയവം വൃക്കയാണ്. അത് 1954 ഈ സംഭവം. ജോസഫ് മുറെ ഹാരിസൺ, ഈ 2 സയന്റിസ്റ്റുകളാണ്, 2 ഡോക്ടർമാരായി ശസ്ത്രക്രിയ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കരൾ ആദ്യമായി മാറ്റിവെച്ചത് 1967, 13 വർഷം കഴിഞ്ഞപ്പോഴാണ് മാറ്റിയത്. അത് മാറ്റിവെച്ച ആളുടെ പേരാണ് തോമസ് സ്റ്റാർഡിൽ. മാറിപ്പോരുത്. ആദ്യം മാറ്റിവെച്ച അവയവം വൃക്ക, മാറ്റമില്ല. എന്നാൽ വിജയകരമായി നമ്മുടെ കരൾ മാറ്റിവെച്ചത് തോമസ് സ്റ്റാർഡിൽ 1967, വൃക്ക മാറ്റിവെച്ചത് 1954. കേരളത്തിൽ ആദ്യമായി വിജയകരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയയാളുടെ പേര് എസ് സുധീന്ദ്രൻ. 2004 കൊച്ചി അമൃത ഹോസ്പിറ്റലാണ് ഈ പരിപാടി. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്തിരിക്കാം. 54 വൃക്ക മാറ്റിവെച്ചു ജോസഫ് മുറെ ഹാരിസൺ, 2 പേരാണ്. 67 കരൾ ആദ്യം മാറ്റിവെച്ചു തോമസ് സ്റ്റാർഡിൽ. കേരളത്തിൽ ഈ പരിപാടി നടന്നത് എസ് സുധീന്ദ്രൻ 2004. ഓക്കെ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കരളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. താങ്ക് യു.